ഉത്സവ പറമ്പുകളിൽ നിറം നൽകുന്ന മനുഷ്യർ. ഓരോ ഉത്സവ പറമ്പുകളിലുമുണ്ട് വെയിലും കാറ്റും മണ്ണും പൊടിയുമേറ്റ് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിലാണ് അവരുടെ കലത്തിലെ ഒരു വറ്റ് ചോറ് നിറയുന്നത്. വർഷം 25ആയി ഉത്സവ പറമ്പുകളിൽ വസന്തയും ശങ്കരനും ഇങ്ങനെ കളിക്കോപ്പുകളും കൊണ്ട് ഓടിത്തുടങ്ങിയിട്ട്. അന്ന് കോർത്തുപിടിച്ച കൈകൾ ഇന്നും ഞെരുക്കിപ്പിടിച്ച് വഴിയോരങ്ങളിൽ തിരക്കുകൾക്കിടയിലേക്ക് ഒട്ടിയ വയറും രോഗവും പഴകിയ വസ്ത്രങ്ങളുമായി തന്നെ അവർ നിൽപ്പുണ്ട്. കച്ചവടം തുടങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. നമുക്കിങ്ങനെയല്ലേ കൊണ്ടുപോയി ജീവിക്കാൻ പറ്റുള്ളൂ, അല്ല ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അവർക്ക് ശ്വാസം മുട്ടല് ലിവർ ഇതിൻ്റെ കുഴപ്പമൊക്കെ ആയത് കണ്ട് ഒരു കച്ചവടം കുറവ്. മുമ്പേയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. ഇന്ന് കൈനീട്ടം പോലും വിറ്റില്ല ഇതുവരെ. വെയിലും 6 മാസം കാടിറങ്ങി 6 മാസം വീട്ടിലുണ്ട്. ഊതി വീർപ്പിച്ച ബലൂണുകൾക്കൊപ്പം പൊട്ടാൻ വെമ്പുന്ന കണ്ണുനീരും വേദനകളും ഉള്ളിൽ കനലായുണ്ട്. മോളെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് 19 വർഷമായി. പിന്നെ നമ്മളിതുപോലെ കച്ചവടത്തിന് പോയിട്ടാണ് മോന് ക്യാൻസറിൻ്റെ അസുഖം. 8 വർഷമായി. ഇപ്പോഴും RSS തന്നെ കാണിക്കുന്നത്. 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 30 റേഡിയേഷനെ 18 ഗെയിമായി. ഇപ്പം ഇനി നമ്മൾ ആരോടെയും ചെന്ന് കിഴിയില്ല. പിന്നെ നമ്മൾ കടമെങ്കിലും മായച്ചവനെ കൊണ്ട് ആശുപത്രിയിൽ ഇനി അടുത്ത മാസത്ത് കൊണ്ടുപോകണം. അപ്പോഴും 1 വർഷമാകും. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വെല്ലം കൊടുക്കണത് എൻ്റെ മോൻ വെല്ലം ജോലിക്ക് പോയി കൊടുക്കണതൊക്കെ തന്നെ അവരെ ചെലവ്, വേറെ ഒന്നുമില്ല. കാലം മാറി. കളിക്കോപ്പുകളും ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് വരെ സാധനം വീട്ടിലെത്തും. അതുകൊണ്ട് വെയിലുകൊണ്ട് വഴിയോരത്ത് നിൽക്കുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളെ കൊതിപ്പിക്കുന്നില്ല. പിന്നെ എല്ലാ കടകളിലും ഒക്കെ ഉണ്ടല്ലോ കളിപ്പാട്ടങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊക്കെ കൊണ്ടുപോകണതല്ലേ വാങ്ങുള്ളൂ. ഇപ്പം ആരും ഇല്ല. ഇപ്പം എല്ലാ ഫാൻസി കടയിലൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ ഇത് അന്ന് തുടങ്ങിയത് കൊണ്ട് പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുവന്നത് ചായയെങ്കിലും കുടിക്കാന്ന്. വെള്ളം വിൽക്കുമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കടം വയ്ക്കും. നമുക്ക് പെൻഷനുണ്ട്, ആ പൈസ വാങ്ങിച്ച് വരുമ്പോൾ കൊടുക്കും. ബലൂണുകൾ ഇന്ന് വേണ്ട. ബാറ്ററിയുള്ള കളിക്കോപ്പുകൾ AC-യുള്ള മാളിലൊക്കെ ചെന്ന് വാങ്ങാനാണ് കുട്ടികൾക്കിഷ്ടം. ഫാൻസി കടകളിൽ വരെ കളിപ്പാട്ട വിൽപ്പന തുടങ്ങിയപ്പോൾ കച്ചവടവും കുറഞ്ഞു. കളിപ്പാട്ടം വിൽക്കും, ആരെങ്കിലും വരെ വാങ്ങിക്കും. അതോ ഇപ്പൊ പ്രായം ചെന്നപ്പോ സുഖമല്ല. ആളുകൾ കടകൾ അറിയാന്നുള്ളവർ പോവും. പുതിയ കട വരുമ്പോഴും അങ്ങനെ നോക്കി പോവും. എൻ്റെ അറിവില് ഇവർ 10-15 കൊല്ലം കൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ഉത്സവത്തിനും പങ്കാളും. കാരണം ഈ പ്രായത്തിലും ഇങ്ങനെ അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാട് കൊണ്ടാണ് ഇങ്ങനെ ഈ വെയിലത്ത് അവരിങ്ങനെ വന്നിരിക്കുന്നത്. ഉറക്കം ഒഴിഞ്ഞ് ഇവിടെ തന്നെ കിടന്ന് വല്ല ആഹാരം ക്ഷേത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതും വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് അന്വേഷിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. 71-ാം വയസ്സിലും കൊടും ചൂടിലും വസന്തയും ശിവശങ്കരനും വീണ്ടും കൈപിടിച്ച് പായുകയാണ് ഉത്സവ പറമ്പുകളിൽ നിന്ന് ഉത്സവ പറമ്പുകളിലേക്ക്. പ്രതീക്ഷ മാത്രമാണ് മുന്നിൽ. ഇനി എത്ര നാളത്തേക്ക് എന്നറിയില്ല. മകളുടെ മകൻ്റെ ചികിത്സ മാത്രമാണ് മനസ്സിലുള്ളത്. ഊണും ഉറക്കവുമെല്ലാം തെരുവിൽ തന്നെ. കയ്യിലെ കളിക്കോപ്പുകൾ ഇനിയും എത്ര പേരുടെ കയ്യിലെത്തി വിശപ്പ് മാറ്റാനുള്ള തുക ലഭിക്കും എന്നറിയില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ജീവിതങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് കൃഷ്ണനും മാർലിവ വർഗീസ് പോളും, ഫോക്കസ് ന്യൂസ് TV.